ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞാനും നിങ്ങളും ആയിരുന്നിടത്ത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ, നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി ആമേൻ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ ഈ ലൈവിൽ ആമേൻ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആമേൻ ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഈ മകൻ നടത്തിയ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് നിന്നെ താങ്ങി നടത്തിയെങ്കിൽ നിന്റെ തലമുറ ആയിരുന്നെടുത്ത്, നിന്റെ മാതാവായിരുന്നെടുത്ത്, നിന്റെ പിതാവായിരുന്നെടുത്ത്, നിന്റെ കൂടപ്പറപ്പായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി ഈ രാത്രിയിൽ കാണുമാറാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം, അവന്റെ സാന്നിധ്യം അനുഭവിച്ചവർ ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അവന്റെ ഗുരു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഓ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും നന്ദിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് പകലും ആമേൻ മഹാഭാരി നിമിത്തം അനേകർ ഭാരപ്പെട്ട് കഴിയുമ്പോൾ, അനേകർ നിരാശപ്പെട്ട് കഴിയുമ്പോൾ ദൈവം തന്റെ മക്കൾ അവിടെ ഇവിടങ്ങളായി ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ആ ചിറകിന്റെ മീതെ കടികൾ തൻ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും ആമേൻ ദൈവം നിന്നെ വഹിച്ചെങ്കിൽ, ദൈവം നിന്നെ മറച്ചെങ്കിൽ ആമേൻ അത് അനുഭവിക്കുന്നവർ ആ ധരങ്ങളെ തുറന്ന് ഓ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് ഇന്ന് രാത്രി ബന്ധമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആഗ്രഹയോടെ ആയിരിക്കുന്നവരെ ആമേൻ ശക്തീകരിക്കുവാൻ ഉതകുന്ന വചനമാകുക ഇന്ന് രാത്രി. ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഓ നമ്മെ കൈപിടിച്ച് നടത്തുവാൻ ഇടയാകേണ്ടതിനാൽ ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും ആത്തിയോടെ ഭക്ഷിപ്പാൻ വാഞ്ചയോടായിരിക്കുന്ന ദൈവഗണത്തിന് ദൈവം നൽകി തരുവാൻ ഇടയാകേണ്ടതിനാൽ ആമേൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയത്തിനായി നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ പടർന്നതോർത്ത് ഞങ്ങളെനിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നൽകി തന്ന് ക്ഷേമത്തോടെ ആമേൻ ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കാ ഞങ്ങൾ കുടുംബമായി നന്ദി പറയുന്നപ്പ. ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആയിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്നലെ ഞങ്ങളോടായിരുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി അങ്ങ് നിറയ്ക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രിയിൽ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ അത് ഭാവികൾ മനംതിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, നീതിമാൻ തന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ, ആമേൻ ദൈവജനം ദൈവത്തോട് അടുക്കുവാൻ, പ്രത്യാശയോടെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ആടമേൽ സമർപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പാടുവാൻ കൃപ നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലിക്കൊണ്ട് ഒരു പാട്ടിന്റെ ചരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ദൈവം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനായി, ധ്യാനിപ്പാനായി ദൈവം നൽകിയ ദൈവവചനം വേഗത്തിൽ ആമേൻ ചിന്തിച്ച് ആമേൻ അത് ദൈവസന്നിധി ഈ പ്രാർത്ഥന കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ആമേൻ ഈ ലൈവിൽ ആമേൻ നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് പ്രതിസന്ധിക്കകത്തായിരുന്നാലും അതിനകത്ത് ഇറങ്ങി വന്ന് ആമേൻ നിങ്ങളുടെ ശക്തിയോടെ മുൻപോട്ട് നയിക്കുവാൻ ഉതകുന്ന ദൈവത്തിന്റെ വചനം
ഇന്ന് രാത്രിയിലും പ്രഘോഷിപ്പാൻ ആമേൻ സർവശക്തരായ ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ആ വിശ്വസ്തതയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നലകളിൽ ആമേൻ വചനം കേട്ടവർ എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാൻ കത്തോളം ഇടയായി തീർന്നിട്ടുണ്ട്. എവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൻ മടക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ആ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ അതേ ശ്രോതാക്കളായി ഇരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകിയത് നഷ്ടമാകത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാറ്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതൽ 14 വരെയും ആമേൻ അതിന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവളെ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. യേശു അടുക്കൽ അവളെ വിളിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ശബ്ദം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ നീ കേട്ടാൽ നീ ആയിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ അവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആമേൻ അതെ അവളുടെ മേൽ കൈവച്ചു. ആമേൻ. ക്ഷണത്തിൽ അവൾ നിവർന്നു. ആമേൻ. ദേശത്ത്, സമൂഹത്തില്, ഭവനത്തില്, സഹോദരങ്ങളുടെ മധ്യേ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ശത്രു നിന്റെ മേൽ ഭാരം വെച്ച് നിന്നെ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേട്ട് അടുത്തു വരുമെങ്കിൽ നിശ്ചയമായും അവൻ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുന്നില്ല, അവൻ വാക്കുമാറുന്നില്ല. എന്നെ തകർക്കാൻ ശത്രുവിണ്ടാകും, എന്നെ ഉയർന്നാലും, എന്നെ തകർക്കാൻ ശത്രുവിണ്ടാകും, എന്നെ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ തിരിഞ്ഞെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തകരുകയില്ല, എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. ഓ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറും. എല്ലാവരും വിശ്വസിക്കുന്നു, അവൻ വാക്കുമാറുന്നില്ല. എരിവുള്ള കാറ്റെന്റെ ആവശ്യം എന്റെ ഉള്ളം കലം പിടിക്കും, എരിവുള്ള കാറ്റെന്റെ ആവശ്യം എന്റെ ഉള്ളം കലം പിടിക്കും, ഒരിക്കലും ഉയരില്ല എന്ന് വിളിച്ച് ഏവരും മാറിയിടും, ഓ ഒരിക്കലും ഉയരില്ല എന്ന് വിളിച്ച് ഏവരും മാറിയിടും. അമേരില്ല ഇല്ല 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 ഞാൻ കുരുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുരുങ്ങുകയില്ല, എന്നെ യേശു ജീവിക്കുന്നു, എന്നെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, ഓ വാഗ്ദത്തം
ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കു മാറുകില്ല അവൻ വാക്കു മാറുകില്ല വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ അവൻ വാക്ക് മാറാത്തവൻ ഇന്ന് പകലിലും വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ട് ആയിരിക്കുന്ന ഒരു ദൈവവൈതലാണോ നീ? ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് അവൻ വാക്ക് മാറാത്തവനാണ് ആമേൻ അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ് അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞെ അതേ നാളുകളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീ ചുവടെടുത്ത് വെക്കുമ്പോ നീ അറിയാതെ നിന്റെ കാല് താഴെ പോകത്തക്ക വിധത്തിൽ ശത്രു നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ അടിച്ചു വിടുമ്പോ കണ്ടില്ലെന്ന് അത് അടിച്ചു മാറി പോകുന്നവനല്ല വാഗ്ദത്തം കേൾപ്പിച്ചവൻ. അതെ വാഗ്ദത്തം കേൾപ്പിച്ചവൻ അത് നിവർത്തിപ്പാൻ ശക്തനാ. ഇന്ന് രാത്രി ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറാതെ നിന്റെ തലമുറയിൽ നിറവേറാതെ നിന്റെ തലമുറയെ കുറിച്ച് കേട്ട വാഗ്ദത്തം നിറവേറാതെ ഇന്നും നീ ആ തലമുറ അതേ നാശത്തിൽ അതപ്പതിക്കുന്നത് കണ്ട് കണ്ണുനീരോടെ ദുഃഖത്തോടെ അതേ ആവലാതിയോടെ ആയിരിക്കുന്ന ഒരു മാതാവോ പിതാവോ സഹോദരോ അതേ ആണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്നെ കാണുന്ന ആമേൻ അതേ നാഥൻ അതേ നീ ആയിരിക്കുന്നിടത്ത് അവന്റെ സാന്നിധ്യമായി ഇറങ്ങി വരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നീ വലിയത് പ്രതീക്ഷിക്കുക. ആമേൻ നീ വിശ്വസിക്കണേ. ആമേൻ നിന്റെ വിശ്വാസം അതെ എങ്ങനെ ഇരിക്കുന്നുവോ ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വാഗ്ദത്തം കേട്ട നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന അതേ സമയം നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അടുത്തിരിക്കുകയാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റി പറയുന്നവനല്ല. ഹല്ലേലൂയ. അതേ വിശ്വാസ വീരന്മാരുടെ പട്ടിക അതേ എബ്രായ ലേഖനകർത്താവ് വളരെ വ്യക്തമായി അതേ രേഖപ്പെടുത്തി. അത് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അതേ വാഗ്ദത്തം കേട്ട് ദൈവസഭയിലായിരിക്കുന്ന ദൈവജനം അത് നിരാശപ്പെട്ട് പിന്മാറി പോകാതിരിക്കുവാൻ അത് നിരാശ വിഷാദ് കൊണ്ടുവന്ന് അവരെ തകർന്നു കളയാതിരിക്കുവാൻ അത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്ത വിശ്വാസ വീരന്മാർ വിശ്വാസത്തോടെ ചുവട് വെച്ചപ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ട് അതേ ലോകം മുഴുവൻ അതേ ആയിരിക്കുന്ന അതേ മാനവരാശി അവൻ ക്രിസ്തുവിലൂടെ അതേ രക്ഷകൻ യേശു ക്രിസ്തുവിലൂടെ ആ നിത്യത പ്രാപിക്കുവാൻ അത് ഏതെങ്കിലും ഒന്നാമത്തെ കുടുംബത്തിൽ കേൾപ്പിച്ച വാഗ്ദത്തത്തിന്റെ അതേ നിവൃത്തീകരണം അതേ കാലത്തിങ്കൽ കന്യകയിലൂടെ അത് നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി അവൻ എവിടെയോ ക്രൂസൈഡിൽ വെച്ച് എവിടെയോ മീറ്റിംഗിൽ വെച്ച് അല്ല നിന്റെ ഭവനത്തിനകത്ത് നീ തളർന്നിരുന്നപ്പോൾ ആ ചൂരച്ചെടിയുടെ തണലിൽ ക്ഷീണിച്ചു മതിയെന്ന് പറഞ്ഞ ഏലിയാവിനെ പോലെ അവൻ ഇന്നലകളിൽ ശുശ്രൂഷിച്ച നീ ക്ഷീണിച്ചു പോകത്തക്ക വിധത്തിൽ ജീവിതത്തിന്റെ ഏടുകളിൽ എവിടെയെങ്കിലും അതെ നിന്നെ തളർത്തി കളയുന്ന വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ അത് കാണാതിരിക്കുന്നവനല്ല അവൻ നിന്നെ വിളിച്ച് ഇറക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആരുടെ മുമ്പിലും പരാജയപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ കണ്ട് അതെ പരാജയപ്പെടുത്തുവാൻ നിനക്കെതിരെ ശക്തിയോടെ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ശക്തിയില്ലെങ്കിലും വാഗ്ദത്തം കേട്ട നിന്നെ അതെ ശക്തീകരിക്കുവാൻ ശക്തനായവന്റെ അതെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ക്ഷീണിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. തളർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. അതെ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയെ കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി അതെ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒതുങ്ങിപ്പോകാതെ ആ പ്രശ്നത്തിന്റെ മീതെ പറന്നുയരത്തക്ക വിധത്തിൽ അതെ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിന്റെ ആ ഉയരത്തിൽ അഭിഷേകത്തെ നിറയ്ക്കുവാൻ അതെ പകരുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ തലവരിച്ച് നിന്റെ ഭവനത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകും. ഒരിക്കൽ കൂടി ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ വചന ചിന്തയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, മികച്ചതിലേക്ക് പോകുക. ഹല്ലേലൂയ. ആമേൻ. അതെ, മികച്ചതിലേക്ക് പോകുക. വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത് ഗർവമാനസനേക്കാൾ
ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. അടുത്ത വാക്യം, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലാണോ നീ? ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അതേ അധികാരം നൽകിയ ആ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഈ ലൈവിലൂടെ നീ കേൾക്കത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ശക്തിയോടെ വിളിച്ചു പറയുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ തുടരട്ടെ. ആമേൻ. അതെ, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. കുഞ്ഞെ, ഇന്ന് പകലിലും നിന്റെ അപ്പൻ നിന്നോട് സംസാരിച്ചപ്പോൾ, അമ്മ നിന്നോട് സംസാരിച്ചപ്പോൾ, അല്ല നിന്റെ മേൽ അധികാരമുള്ളവർ നിന്നോട് സംസാരിച്ചപ്പോൾ, നിനക്ക് അവരോട് മനസ്സിൽ വേഗത്തിൽ നീരസമുണ്ടായോ? ഉണ്ടാകരുത്. ഉണ്ടാകുന്നത് ആർക്കാണ്? മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവൈദ്യരെ, നീ ഒരു മൂഢനാകരുത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ സൂത്രം ചെയ്ത് മയക്കിയത് ആര്? ഇന്ന് രാത്രി നീ ഒരു മൂഢനായിരിക്കുവാൻ അതെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ അവന്റെ അധികാരത്തോടെ അവൻ നീ ചുവട് വെക്കുമ്പോ നിന്റെ നിഴൽ തട്ടുന്ന രോഗി സൗഖ്യമാകത്തക്ക വിധത്തിൽ ഈ തലമുറയിൽ ദൈവ രാജ്യത്തിന്റെ സാക്ഷ്യം വഹിക്കുക. കാത്തൊലിവായിരുന്ന നിന്നെ കാത്തൊലിവാക്കി അവൻ ദൈവസഭയ്ക്കകത്ത് നട്ടിരിക്കുന്ന ഉദയവൻ ആഗ്രഹിക്കുന്നത് നീ മൂഢനായിരിക്കുവാനല്ല. ഹല്ലേലൂയ. നിന്റെ മനസ്സിൽ അത്ര വേഗം എന്ത് ചെയ്യരുത്? നീരസം ഉണ്ടാകരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ആമേൻ. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. ആരാ ശ്രേഷ്ഠൻ? ശ്രേഷ്ഠന്മാരുടെ പട്ടികയിൽ അവൻ കയറി പറ്റുവാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയവരെ അല്ല വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ശ്രേഷ്ഠന്മാരുടെ പട്ടികയിൽ അതെ എഴുതി ചേർത്തത്. ഹല്ലേലൂയ. അവൻ ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാതിരുന്ന അയോഗ്യതയുള്ളവരെ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ അധികാരമുള്ളവന്റെ അതെ പരിധിക്കകത്ത് അവൻ കയറുവാൻ തമ്പുരാൻ കൃപ കൊടുത്തപ്പോ അതെ താഴ്ന്നിരിക്കുന്നവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവം അവൻ ഉയർത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനെന്ന് ഉയർന്ന ഭക്തന്മാർ എഴുതിയ വരികൾ വായിച്ച് പോകാതെ ഇന്ന് രാത്രി ആ ശ്രേഷ്ഠന്മാരുടെ പദവിയിൽ എന്നെയും കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി അതേ ലൈവിലായിരിക്കുന്ന എന്നോടും നിങ്ങളോടും ഒരുപോലെ ഇടപെടുകയാണ്. നിന്റെ മനസ്സിൽ അതിവേഗം നീരസമുണ്ടാകരുത്. ഹല്ലേലൂയ. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയരുവാൻ കഴിയാത്തതിന്റെ കാരണം ഹല്ലേലൂയ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ നല്ലത് അതിന്റെ അവസാനമാകുന്നുവെന്ന് സത്യവേദ പുസ്തകം വളരെ ശക്തമായി നമ്മോട് പറയുന്നു. ആത്മാവിൽ ആരംഭിക്കുന്നതിനേക്കാൾ ആത്മാവിൽ അഹങ്കരിക്കുന്നതിനേക്കാൾ ആത്മാവിൽ എളിമയോടെ ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരാദ്യം പറയാമോ? ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നന്നായിരിക്കണമെങ്കിൽ അവൻ താഴ്മയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തയ്യാറാകണമെന്ന് അവൻ ശ്രേഷ്ഠ അധികാരമുള്ള ശ്രേഷ്ഠ നാമമുള്ള സകല നാമത്തിനു മേലായ നാമം ധരിച്ച് സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങത്തക്ക വിധത്തിൽ പിതാവായ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്ന നാമം ധരിച്ചവൻ ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി. ഇന്ന് രാത്രി താഴ്മയോടെ എളിമയോടെ ആമേൻ നിന്റെ ഭവനത്തിൽ നിന്റെ സഭയിൽ നിന്റെ ദേശത്ത് നിന്റെ രാജ്യത്ത് നീ ആയിരിക്കുന്നുവെങ്കിൽ ലോകം നിന്നെ പുച്ഛിച്ചേക്കാം, എന്നാൽ നിന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവന്റെ നാമത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ ആര് നിനക്ക്
നടത്തിയാലും ആര് നിനക്കെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചു വിട്ടാലും അതിനകത്ത് ഒതുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിന്റെ പദ്ധതിയെ പൊളിച്ച് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കി നിന്നെ കരം പിടിച്ചുയർത്തി മാനിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രി അതേ വചനം കേൾക്കുന്ന നീ ദർശനം ചെയ്യാതെ വിശ്വസിച്ച് ആമേൻ പറയാൻ തയ്യാറായ ഒരു അതേ പാതാള ഗോപുരങ്ങൾക്കും ജയിക്കുവാൻ കഴിയാത്ത ദൈവസഭയുടെ അംഗമായി മാറിയ നിന്നെ അതേ ഉയർത്തുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞ ആമേൻ പറഞ്ഞ എത്ര പേർ കലമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. നിങ്ങളുടെ പക്കലുള്ള അറിവ് നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ആമേൻ അത് നിർണയിക്കും. ഇന്ന് രാത്രി നീ ഭാവിയിൽ ആരാകാൻ പോകുകയാണെന്നുള്ള ഒരു നിർണയം. നമുക്കറിയാം SSLC പരീക്ഷ ആകട്ടെ ആമേൻ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഒരു എക്സാമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പക്കലുള്ള അറിവ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആമേൻ ഈ മുമ്പോട്ട് ജീവിക്കുന്നത് എന്ന് നിർണയിക്കുവാൻ കൊണ്ടമിടയായിത്തീരും. അവൻ ദൈവ മക്കൾ എന്ന നിലയിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവ് നേടാൻ എന്ത് ചെയ്യണം? പഠിക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? അവൻ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന നിലയിൽ അവൻ അത് ദൈവമക്കൾ എന്ന നിലയിൽ വിശുദ്ധ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവ് നേടാൻ എന്ത് ചെയ്യണം? പഠിക്കണം. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നോട് കേട്ടത് ഒക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളും. എങ്ങനെയെങ്കിലും ശിഷ്യരാക്കുന്ന കാര്യമല്ല ആമേൻ അരുമനാഥൻ വിളിച്ച് ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഹല്ലേലൂയ. അതുവഴി ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്താൻ ആമേൻ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? സഹായിക്കും. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം ആമേൻ 3-ാം അധ്യായം 13-ാം വാക്യം ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ട് സുഖം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇന്ന് ആഹാരം ഇഷ്ടം പോലെ ഉണ്ട്, പലർക്കും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കൊളസ്ട്രോളാ, ഷുഗറാ, പ്രഷറാ, ദഹനക്കേടാ, എല്ലാം ഉണ്ടെന്നേ. അയ്യോ, ദൈവത്തിന്റെ ദാനമാണെന്ന് എന്ന് ഏത് മനുഷ്യനും തിന്ന് കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനമാകുന്നു. പലരും കഴിക്കുന്നുണ്ടെന്ന് ഒരു സുഖവും ഇല്ലെന്ന്. നല്ല വീടൊക്കെ ഉണ്ട്, ആമേൻ, ക്ഷേമം തിരക്കുമ്പോൾ പറയും, എന്റെ അച്ഛാ, എന്റെ പാസ്റ്ററെ, നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു സുഖവും ഇല്ല. ഇന്ന് രാത്രി ആ ഗണത്തിലാണോ നീ ആയിരിക്കുന്നത്? ആമേൻ, ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ, അതിന് യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്ന് ആമേൻ നീ കെട്ടപ്പെട്ടിരിക്കുന്ന പാരമ്പര്യത്തിനകത്ത് നിന്ന്, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന സമസ്ത മേഖലയിൽ നിന്ന് യഥാർത്ഥമായ സമാധാനത്തിലേക്ക്, യഥാർത്ഥമായ കൂട്ടായ്മയിലേക്ക്, യഥാർത്ഥമായ ആരാധനയിലേക്ക്, ഒന്നും കൂടെ പറഞ്ഞാൽ ആ നിത്യതയിലേക്ക് ആമേൻ നീ എത്തുവാൻ തക്കവണ്ണം നീ ആയിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന നാഥൻ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആമേൻ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് കരമണിക്കും. ഹല്ലേലൂയ. കർത്താവ് അതുവഴി പോകേണ്ടതായി വന്നു എന്ന ആമേൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തെ കുറിച്ചാണ് ആമേൻ ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറയുവാൻ നമ്മുടെ തീർന്നത്. ഇന്ന് രാത്രി ആ യേശുവിനെ നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. എന്തിനാ? ഹല്ലേലൂയ. നിങ്ങൾക്ക് കുറെ നേട്ടം ഉണ്ടാക്കി തരുവാനല്ല, ആമേൻ യഥാർത്ഥമായ ആരാധനയിലേക്ക്, നിലനിൽക്കുന്ന ആ നിത്യതയിലേക്ക്, ആ സമാധാനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്. ആമേൻ, നീ മാത്രമല്ലെന്ന്, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്നിലൂടെ ചിലരെ ആ നിത്യതയിലേക്ക് അവൻ വേർതിരിക്കുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉള്ളത് കൊണ്ട് സഹോദര, ഇന്ന് രാത്രിയിലും ആമേൻ നിന്റെ അതെ ആ ഫോണിൽ ആമേൻ ഈ ശബ്ദം കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരാമേൻ പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. ആമേൻ. നീ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തെ നീ പറയാതെ കണ്ട് മനസ്സിലാക്കി ഇന്ന് രാത്രി ആമേൻ നിന്നോട് ദൈവം സംസാരിക്കുകയാണ്. നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നീ കണ്ടതോ നീ കേട്ടതോ
നിന്റെ അപ്പനപ്പൂപ്പന്മാര് നിമിത്തം നീ ശീലിച്ചു വന്നതുകൊണ്ട് ഒന്നും അവൻ നിനക്ക് നിത്യതയിലെത്താൻ കഴിയത്തില്ല. നിന്നിലൂടെ ദേശത്ത് ആരും വിടുവിക്കപ്പെടത്തില്ല. ഇന്ന് രാത്രി അവൻ നീ ആരെന്നറിഞ്ഞ നിന്റെ മുമ്പിൽ നിന്ന് അവൻ നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവൻ നിന്റെ സ്ഥിതി മാറാൻ പോകുക. അവൻ അതെ ആ സഹോദരി നാളുകളായി കിണറ്റിന്റെ കരയിൽ വന്ന് വെള്ളം കോരി പോകുക പതിവായിരുന്നു. അവൻ പല രാത്രിയിലും അവൻ നീ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ നീ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അവൻ നിന്റെ ഫേസ്ബുക്കിലൂടെ നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ അറിയുന്നവൻ. അവൻ നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ നീ എന്താകുമെന്ന് നിന്റെ ഭാവിയെ നന്നായി നിർണയിച്ചിരിക്കുന്നവൻ. അയ്യോ എന്റെ ഭാവി എന്താകും, അവൻ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ ഈ കഷ്ടത കാണുവാൻ ആരുമില്ല എന്ന് അതേ പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ആണോ ഇന്ന് രാത്രി അവൻ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതേ നിന്റെ തിരുവിളി കേൾക്കുന്ന നിന്റെ കഷ്ടത കണ്ട് മാറിപ്പോവാത്ത അവൻ ഒരു നല്ല തുണയായ നല്ല സഖിയായ ഒരു നല്ല ശമരിയനായ യേശു കർത്താവ് ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ചത് നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ അറിയണം. ഹല്ലേലൂയ. നിനക്കും വേണ്ടിയല്ല സഹോദര ജനിച്ചത്, കുഞ്ഞെ നിനക്കും വേണ്ടിയാ. മാതാവേ പിതാവേ, പ്രായം ഓവറായെന്നൊരു തോന്നൽ നിനക്കുണ്ട്. ഇനി ഞാനിതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അതെ നീ മണ്ണോട് മണ്ണാകുന്നതിന് മുമ്പ് ആ നിത്യതയിൽ നീ എത്തേണ്ടതിന് ഈ പ്രായത്തിൽ നിന്റെ കാതിൽ കേൾപ്പിക്കുന്ന വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഉന്നത ജീവന്റെ വചനമാ. അത്തിക്കൂമ്പാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ യഹോവയുടെ വചനം ഇന്ന് രാത്രി മാതാവേ നിന്റെ വീട്ടിൽ നിറങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ഔദരത്തിൽ നിന്ന് പുറത്തു വന്ന് കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ അത് ഇറങ്ങിപ്പോയ നിന്റെ മകനെ നിന്റെ ഭവനത്തിലേക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അത് കൂട്ടുകൂടി ഭൂമിയിൽ ഇമ്പമായി വാഴുന്ന ഒരു സ്വർഗമാക്കി നിന്റെ ഭവനത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല നാഥനെ കുറിച്ചൊക്കെ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ ആ ശമരിയ പട്ടണത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സൗഖ്യമില്ലാതെ ആയിരിക്കുന്ന അനേക കുടുംബങ്ങളെ ആ സഹോദരി നിമിത്തം അതെ നിത്യതയിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു അവളോട് സംസാരിച്ചു. ഇന്ന് രാത്രി സഹോദര നിന്നോട് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതെ നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ പാരമ്പര്യം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ ശീലം കൊണ്ടോ ഇതുവരെ നിനക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നിത്യത, അതെ ഒരു സന്തോഷം സമാധാനം നീ അനുഭവിക്കണമെന്ന് അവൻ നീ ധരിക്കുന്നതിന് മുമ്പേ സ്വർഗം കണ്ടതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം നിനക്ക് കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ചു തന്നവർ. അതാണ് അയ്യോ എന്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ, അയ്യോ പിതാവേ അതെ ഞാൻ വളരെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയതാ. നീ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് കണ്ടിട്ടാ നിന്റെ വേദന അറിഞ്ഞിട്ടാ ആ ശമരിയ സ്ത്രീയെ അതെ വെയിറ്റ് ചെയ്തുകൊണ്ട് യേശു നിന്നതുപോലെ ഇന്ന് രാത്രി നിന്നെ വെയിറ്റ് ചെയ്ത് നിന്റെ അരികിൽ വന്ന് സംസാരിപ്പാനിടയായി തീർന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. ഭക്തൻ പറയുക ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം താൽക്കാലികമല്ല, അത് ശാശ്വതം. പരിചയക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അതെ തന്നിരിക്കും നൽകിയിരിക്കും. വിശേഷാൽ ഈ കൊറോണ സമയത്ത് പലരും സഹായമൊക്കെ ആയിട്ട് വരും. എന്നാൽ പരിധിയില്ലാത്ത ഒരു സഹായം നൽകുവാൻ കഴിയുന്നവർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. രക്ഷിക്കപ്പെട്ട മാതാവേ, തിരുമേശ എടുക്കുന്ന അഭിഷക്തനെ ദൈവദാസനെ പലപ്പോഴും നിന്റെ ശുശ്രൂഷയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, ഞാൻ അധ്വാനിച്ചിട്ട് ഈ പഴിയും ദുഷിയും നിന്നയും മാത്രമാണല്ലോ നാളിതുവരെ ഞാൻ അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിന്നെ ഉരുട്ടി മാറ്റുവാൻ കഴിയുന്നവൻ നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ ഒന്ന് അറിയണം. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തു. സഹോദരൻ, ദൈവ ഭയമുള്ളവരായി ഞാൻ നിങ്ങൾ ജീവിക്കണം. മാതാവേ, ദൈവ ഭയമുള്ളവരായി നമ്മൾ ജീവിക്കണം.
അതുകൊണ്ട് അവൻ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ എന്താണ്? ശക്തനാണ്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും അത് ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുന്നത് ഇതാണ്, അതിനോടൊന്നും കൂട്ടുവാനോ അതിൽ നിന്നൊന്നും കുഴപ്പാനോ. നിന്നോടൊരു വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടോ? അവൻ അതിനോടൊന്നും കൂട്ടാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. അത് കൃത്യമായി നിന്റെ കൈ തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട് ഇറങ്ങി തിരിച്ച ആമേൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തലമുറകളെ കൊടുക്കുവാൻ തന്റെ ഭാര്യ അതെ കുറുക്കുവഴി അല്ലെ മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിലൂടെ ഒന്നും ആമേൻ തലമുറ കൊടുക്കാൻ അല്ല ആമേൻ അവനോട് വാഗ്ദത്തം പറഞ്ഞ് ഇറക്കിയ ദൈവം അവനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇന്ന് രാത്രി വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവദാസനെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന എന്തെങ്കിലും കാണിച്ച് ആമേൻ ഈ വേലപ്പറമ്പിലും പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ കയ്യില് പല രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ ആമേൻ മറ്റു കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കും. അപ്പോ ആമേൻ കയ്യിലിരിക്കുന്ന പൈസയുടെ ആ മൂല്യം എങ്ങനെയോ അതനുസരിച്ച് മെല്ലെ കൊണ്ടുപോയി ആമേൻ എന്തെങ്കിലും ഒന്ന് ചെറുത് വാങ്ങിച്ചു കൊടുത്ത് തൽക്കാലം ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന അപ്പന്മാരുണ്ട്. എന്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തൽക്കാലം പരിഹരിച്ച് നിർത്തുന്ന ഒരു വാഗ്ദത്തമല്ല അബ്രഹാമിനെ ദൈവം കേൾപ്പിച്ചത്. ഇന്ന് രാത്രി വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ പൈതല് അവൻ ബോഷ്കു പറയുന്നവനല്ല, അവൻ കടുപ്പിക്കുന്നവനല്ല, അവൻ വലിയത് തരാമെന്ന് പറഞ്ഞിട്ട് ചെറുത് തന്നിട്ട് മാറിപ്പോകുന്നവനല്ല. നീ കേട്ട വാഗ്ദത്തം നാളിതുവരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അത് നിന്റെ കൈകൊണ്ട് എടുത്ത് അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി തർജ്ജനം ചെയ്യാതെ ആമേൻ പറഞ്ഞ് എത്ര പേർ കരമടിച്ച് കർത്താവിന് വന്നിട്ട് കൊടുക്കും. അവൻ അതിനോടൊന്നും കൂട്ടാനും കുറയ്ക്കുവാനും ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ താഴ്ചയിൽ ഇരിപ്പാൻ അവൻ സമൃദ്ധിയിൽ ഇരിപ്പാൻ എനിക്കറിയാം. ഹല്ലേലൂയ. അത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവൻ അതെ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തിന് ആത്മാവിൽ അത് നിയോഗം പ്രാപിച്ച് തന്നെ തൂലിക ധരിപ്പിച്ച് അവൻ എഴുതി അവരെ ഉറപ്പിക്കുകയാണ്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് എന്ത് ചെയ്യാം? അറിയാം. തൃപ്തരായിരിക്കാനും വിശന്നിരിക്കാനും അവൻ സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശീലിച്ചിട്ടുണ്ട്. അല്പം പ്രയാസം വരുമ്പോ പെറുപിറുക്കരുത് കേട്ടോ. അല്പം ബുദ്ധിമുട്ട് വരുമ്പോ അല്പം ഞെരുക്കം വരുമ്പോ പിന്മാറരുത് കേട്ടോ. ശീലിക്കണം. ഹല്ലേലൂയ. മിലിറ്ററി പോയവരോട് ചോദിച്ചാൽ മതി, പോലീസ് ക്യാമ്പിൽ പോയിട്ടുള്ളവരോട് ചോദിച്ചാൽ മതി. ആമേൻ അവര് അധികാരം പ്രാപിച്ച് വെളിയിൽ യൂണിഫോം ഒക്കെ ഇട്ട് ആമേൻ നടക്കുമ്പോ ആമേൻ അവർക്കൊരു അധികാരമുണ്ട്. ആ അധികാരം അവർക്ക് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ പരിശീലന കളരിയിൽ അവർ പരാജയപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ചില കഷ്ടതകൾ, ചില വേദനകൾ, ചില ഞെരുക്കങ്ങൾ, ചില ഇല്ലായ്മകൾ നിനക്ക് പരിശീലനമായിട്ട് സ്വർഗം നൽകുമ്പോൾ ആമേൻ നീ പിറുപിറുക്കരുത്, നീ പിന്മാറി പോകരുത്. ആമേൻ നീ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കരുത്. ആമേൻ അത് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ശീലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചിലത് പഠിപ്പിച്ച് നമ്മെ കൊള്ളാവുന്നവനാക്കി നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സ്വർഗം കേൾപ്പിച്ച വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി വീണ്ടും നിന്നെ ഓർപ്പിച്ചുണർത്തുമ്പോൾ ആമേൻ പറഞ്ഞ് കരമടിച്ച് നിന്റെ ഭവനത്തിൽ നിന്ന് ആമേൻ കർത്താവിനെ സ്തുതിക്കാമോ? സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്നെ ശക്തീകരിപ്പാൻ ബലപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 14:29 ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. ഹല്ലേലൂയ. മുൻകോപിയോ ഭോഷത്വം ഉയർത്തും. സഹോദര, ഇന്ന് നീ എത്ര പേരോട് ആമേൻ കോപിച്ചു? മാതാവേ, പിതാവേ, വചനം പറയുന്നു ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. അപ്പൊ നിനക്ക് ക്ഷമയുണ്ടോ എന്ന് അങ്ങനെ അറിയാം. നിന്റെ ഭർത്താവ് അവൻ നീ ചിന്തിച്ചതിന് വിപരീതമായി കയറി വന്നപ്പോൾ, അല്ലയോ ഭാര്യയെ, നിനക്ക് എത്ര ക്ഷമയുണ്ടെന്ന് നിന്നെ പരിശോധിച്ചറിയാം. ദൈവം ഒരു അവസരം ഒരുക്കുമ്പോ നീ അതിൽ പരാജയപ്പെട്ട നീ ആരാ? ബുദ്ധി കെട്ടവള. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ.
അയ്യോ ഞാൻ എത്ര ക്ഷമിച്ചെന്നറിയാമോ പാസ്റ്ററെ, എന്റെ ഇന്നാരെ കൊണ്ട് ഞാൻ മടുത്തു. അയ്യോ നീ ഭാഗ്യവതി ഉള്ള ലിസ്റ്റിൽ വരത്തില്ല കേട്ടോ. നീ ഭാഗ്യം കെട്ടവളെന്നുള്ള ലിസ്റ്റിലെ വരത്തുള്ളൂ. നീ ഭാഗ്യമുള്ളവളാണെന്നുള്ള ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നിന്നിൽ ദീർഘക്ഷമ വെളിപ്പെടണം. ഹല്ലേലൂയ. ദീർഘക്ഷമയുള്ളവൻ ആരാണ്? മഹാബുദ്ധിമാൻ. ഹല്ലേലൂയ. മുൻകോപി, പറയുന്നതിന് മുമ്പേ കോപം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരുടെ സ്വഭാവം 2 ടൈപ്പാണ്. അപ്പൊ ചോദിക്കും, അതെന്താ പാസ്റ്റർ നിങ്ങൾക്ക് 2 സ്വഭാവം? അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനിതിന്റെ ഭാര്യയും കൂടെ കൂടിയപ്പോഴല്ലേ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായേ. അപ്പൊ 2 പേരുടെ സ്വഭാവം ഉണ്ടല്ലോ. അച്ഛാ ഇച്ചിരി അതെ കോപമൊക്കെ കുറച്ചാൽ നീ ഭാഗ്യവനാ. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെടുക. മുൻകോപിയോ ഭോഷത്വം എന്ന് ഉയർത്തുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം 36-ാം വാക്യത്തിൽ ദൈവസഭയ്ക്ക് ആത്മാവ് ദൂത് കൈമാറിയത് ഇങ്ങനെയാ: ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അയ്യോ വാഗ്ദത്തമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ. എവിടെ പ്രവചനമുണ്ടോ അവിടെ ഓടും. പക്ഷെ ഇത് പ്രാപിക്കണമെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയ്ക്ക് ദൂത് കൈമാറുമ്പോ ആത്മനിയോഗത്തോട് ഇങ്ങനെ തന്നെ തൂലിക ധരിപ്പിച്ച് ദൈവസഭയ്ക്ക് എഴുതി കൊടുത്തു: ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. ആരുടെയെങ്കിലും ഒക്കെ ഇഷ്ടം ചെയ്താലൊന്നും നീ കേട്ടത് പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ വരമേൽപ്പിക്കുന്നതെന്ന് പൗലോസ്ലീഹ വിളിച്ചു പറയുവാൻ കാരണം അവൻ സഹിഷ്ണുതയുള്ളവനായി മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സഹിഷ്ണുതയുള്ളവനായി നീ മാറുവാൻ തയ്യാറായ നീ കേട്ടത് പ്രാപിക്കും. പ്രാപിച്ച നിനക്ക് പകരുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നീ പ്രാപിക്കുന്നത്, നീ പോകുന്ന പട്ടണത്തിൽ, നീ ചെല്ലുന്ന ഗ്രാമത്തിൽ നിന്നിലൂടെ കൈമാറത്തക്ക വിധത്തിൽ ആത്മാവിന്റെ അടുത്ത ഒരു നിലവാരത്തിലേക്ക് ഇന്ന് രാത്രി നിന്നെ കൈപിടിച്ചു നടത്തുക ശക്തനായവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മകത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ ഇഷ്ടം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം. ഞാൻ അവിടേക്ക് പോകുന്നില്ല, നമുക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 21:19 ഇങ്ങനെയാ കാണുന്നത്: നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. അയ്യോ കുഞ്ഞെ, ക്ഷമയുണ്ടോ പ്രാണനെ നേടുക. ഹല്ലേലൂയ. അകാലത്തിൽ പൊലിഞ്ഞു പോകത്തില്ലെന്ന്. സ്വപ്നങ്ങളൊക്കെ കണ്ട് പൂവണിയാതെ എത്രയോ ചെറുപ്പക്കാരാ തകർന്ന് വീണുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിച്ചു, മംഗളകരമായ രീതിയിൽ ആർഭാടമായിട്ട് വിവാഹമൊക്കെ കഴിച്ചു. പക്ഷെ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഡിവോഴ്സാണ്. എന്താ കാര്യം? നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണൻ എന്ത് ചെയ്യും? പരസ്പരം ക്ഷമിക്കാൻ, പരസ്പരം ഒന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അടിച്ചു പിരിയല്ലേ. മാതാപിതാക്കൾ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടത്തിൽ അനേക തലമുറകൾ തകർന്ന് കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് കാണാത്തവരെ പോലെ ഇരിക്കരുതേ. അടുത്തത് നമ്മുടെ തലമുറയും കുഴഞ്ഞു വീഴാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവകൃപ ഏറ്റെടുത്ത് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ നോക്കി കരയാൻ തയ്യാറാകുക. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഓടി തളരാനല്ല, ഓടി ക്ഷീണിച്ച് മുമ്പോട്ട് പോകാതെ ഒതുങ്ങി പോകാനല്ല എന്നെ നിന്നെയും വിളിച്ചിരിക്കുന്നത്. വിളികെട്ടിറങ്ങി തിരിച്ച് ഞാനും നീയും ഓടുമ്പോൾ ക്ഷീണിക്കുന്ന സമയത്ത് ഓടി വന്ന് നമ്മെ ശക്തീകരിച്ച് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നാഥന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ മനസ്സെന്ത്
ചെയ്യണം? ഉറപ്പിക്കണം. ഹല്ലേലൂയ. നിർമ്മലരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ. അനേകരുടെ പ്രത്യാശ അതേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, അനേകരുടെ പ്രത്യാശ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അതേ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ, തലമുറകളെ കുറിച്ചുള്ള പ്രത്യാശ, കൂടപ്പുറപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ അതേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി പ്രത്യാശ നഷ്ടപ്പെടാതെ അക്കരെ നാട്ടിലേക്ക് എത്തുക. ചുവടുകളെ വെക്കുന്ന നിന്നെ ക്ഷീണിപ്പിക്കുന്ന സകല പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തി മാനിക്കുക. ശക്തനായവന്റെ വാഗ്ദത്തം കേട്ട് ക്ഷീണിച്ചിരിക്കുന്ന മാതാവേ, ഇന്ന് രാത്രി ചൂരച്ചെടിയുടെ തണലിൽ ക്ഷീണിച്ചിരുന്ന മതി എന്ന് പറഞ്ഞ ഏലിയാവിനെ തോളിൽ തട്ടി അതെ എഴുന്നേൽപ്പിച്ച് അതെ മുമ്പോട്ട് അതെ നയിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ഇന്ന് രാത്രി ശക്തീകരിക്കുന്ന രാത്രി ആമേൻ പറഞ്ഞ് കലമടിച്ച് കർത്താവിനൊന്ന് മറുപടി കൊടുക്കാം. ഹല്ലേലൂയ. 1 പത്രോസ് 1:13 ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. അത്യാഗ്രഹമുള്ളവർ എന്ത് ചെയ്യുന്നു? വഴക്കുണ്ടാക്കും. ആദ്യത്തെ കുടുംബം തൊട്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ടെന്നേ. ഇന്ന് പകലിൽ നിന്റെ വീട്ടിൽ വഴക്കുണ്ടായോ? അത് ഇന്ന് രാത്രിയിലും ഉണ്ടായോ? ആരാ വഴക്കുണ്ടാക്കുന്നത്? അത്യാഗ്രഹമുള്ളവരാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു ആമേൻ പറയാമോ? ആമേൻ. വഴക്കൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന് വഴക്ക് പോരല്ലേ. ചില പിള്ളേര് വീട്ടിൽ എന്ത് ചെയ്യും? കൊടുത്ത ആഹാരത്തിന്റെ അളവ് ഇച്ചിരി കുറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യും? വചനം പറയുന്നു, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. അടുത്തത് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കൃത്യസമയത്ത്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. ഇന്ന് രാത്രി നിന്റെ ആശ്രയമാരാ? വഴക്കുണ്ടാക്കി ആമേൻ നീ രാജ്യത്തിന്റെ ആമേൻ നേതാക്കന്മാരോടാകട്ടെ, സഭയുടെ നേതാക്കന്മാരോടാകട്ടെ, ചില മക്കള് അപ്പനോട് വഴക്കുണ്ടാക്കി ഓഹരി മേടിക്കും. അങ്ങനെ ഓഹരി മേടിച്ചോണ്ട് പോയ ആ മകൻ അവസാനം സുബോധമുള്ളവനായി മടങ്ങിയവൻ ഇന്ന് രാത്രി വഴക്കുണ്ടാക്കി. അവൻ എന്തുകൊണ്ടാണ് വഴക്കുണ്ടായത്? അത്യാഗ്രഹം കൊണ്ടാണ്. ഈ അത്യാഗ്രഹമൊക്കെ വഴക്കിന് ഹേതുവായി ഭവിക്കും. അതുകൊണ്ട് ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കണം. ഏതാഗ്രഹത്തെ? ഉള്ളത് മതി എന്ന് പറഞ്ഞ് അതെ എല്ലാത്തിനും സ്വോത്രം ചെയ്യണമെന്നേ. അടുക്കളയിൽ ഇച്ചിരി കുറഞ്ഞ സ്വോത്രം പറയണമെന്ന് ഏതെങ്കിലും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് അതുപോലെ ഒന്നുകൂടി ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അനുഭവമാണെങ്കിൽ അവൻ കുഞ്ഞെ, മാതാവേ, പിതാവേ, ഒരിക്കലും നീ ഉയർച്ച പ്രാപിക്കത്തില്ല. വാക്തത്വമൊക്കെ കേട്ടോണ്ടിരിക്കും, അത് പ്രാപിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി അത്യാഗ്രഹം നിന്റെ അകത്തുണ്ടെങ്കിൽ അതിനോട് ടാറ്റ പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഗുണകരമായി സംസാരിക്കുന്ന ആമേൻ യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ സ്വഭാവത്തെ എന്നേക്കും ഇല്ലാതാക്കി ആമേൻ നിന്നെ ശുദ്ധി ചെയ്ത് ആമേൻ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആമേൻ എത്ര വിദൂരത്തിലായിരുന്നാലും ആമേൻ പരിധിയില്ലാതെ ഈ വചനം എവിടെയെല്ലാം എത്തുന്നുവോ അവിടെ അതിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി അതിനെ തടയുക ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഒരാമേൻ പറഞ്ഞ് കരമണി. അത്യാഗ്രഹമുള്ളവർ എന്ത് ചെയ്യുന്നു? വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. അവൻ ഇന്ന് രാത്രി അവൻ നീ വിശ്വസിച്ച് പറ, ഞാൻ പുഷ്ടി പ്രാപിക്കും. എന്താ കാരണം? സഹായിക്കാൻ കഴിയാത്ത പ്രമുഖന്മാരിലല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിലാണ്. ഇന്ന് രാത്രി നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ ആശ്രയിക്കുന്നത് ശാശ്വതമായ പാതയിലാണ്. ഹല്ലേലൂയ. ആമേൻ. അഖിലാണ്ടത്തെ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പുഷ്ടി പ്രാപിക്കും. പുഷ്ടി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്, ഉയർച്ച പ്രാപിക്കുമെന്ന് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് കടമടിച്ച് കർത്താവിന് മനുഷ്യ കൊടുക്കുക. ആമേൻ. നീ ഉയരാൻ പോകുക, നീ പുഷ്ടിപ്പെടാൻ പോകുക, നിന്റെ തലമുറകൾ ഉയർച്ച പ്രാപിക്കുവാൻ പോകുക, നിന്റെ ബിസിനസ് ഉയർച്ച പ്രാപിക്കുവാൻ പോകുക. ആമേൻ. നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പോകുക. നിന്റെ തലമുറ ഉണ്ടാകത്തില്ലെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിനക്ക് ആമേൻ സ്വർഗ്ഗം തലമുറ നൽകാൻ പോകുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഇന്ന് രാത്രി കടമടിച്ച് കർത്താവിന് മകത്വം കൊടുക്കുക. ഓ, നിന്റെ ബിസിനസ് ആകട്ടെ, നിന്റെ കൃഷിയാകട്ടെ, ആമേൻ, നിന്റെ സമസ്ത മേഖലകളിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ഭാവിനെ വിളിച്ചു പറയുന്നു. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കുവാൻ കഴിയാത്ത നിലയിൽ നീ പുഷ്ടി പ്രാപിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രാരംഭ തിരുവെഴുത്തുകളിലേക്ക് നമുക്കൊന്ന് ആമേൻ തിരിഞ്ഞു പോകാം. ഹല്ലേലൂയ. ആമേൻ. പ്രാരംഭ തിരുവെഴുത്തുകളുമായി സമ്പർക്കം എന്ന് പറയുമ്പോൾ വേറെ എല്ലാവർക്കും പിടികിട്ടും. എന്താ സമ്പർക്കം കൊണ്ടായിരുന്നു കൊറോണ വരും അല്ലേ? അതുകൊണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തല്ലായിരുന്നു. പക്ഷെ തമ്പുരാനോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യരുതേ, തമ്പുരാനോട് അടുത്ത് ചെല്ലുവാൻ ഇന്ന് രാത്രി നീ തയ്യാറാകുക. ആമേൻ. അതെ, ദൈവത്തിന്റെ വചനവുമായി സമ്പർക്കം പുലർത്തിയ ശേഷം എല്ലാ ശ്രമങ്ങളുടെയും അവസാനത്തിലെ പൂർത്തീകരണത്തിലോ ആമേൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടും. എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇല്ലാത്ത പ്രതികൂലങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാത്തതായ ഞെരുക്കങ്ങളെല്ലാം 4 പാടും നിന്നെ അങ്ങ് ഒതുക്കുന്നേ. എന്താ കാരണം അറിയാമോ? അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതെങ്ങനെയാ പാസ്റ്ററെ? ആമേൻ. വിവാഹം കഴിച്ചു, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ആദ്യത്തെ മാസം തന്നെ അയ്യോ എൻ്റെ മോക്ക് വിശേഷമുണ്ട് കേട്ടോ, എന്തൊരു സന്തോഷമാ. പക്ഷേ ആമേൻ ആ ഒടുവിലത്തെ സമയത്തിലേക്ക് ആ ഡെലിവറി അങ്ങോട്ട് ഒരു പെയിൻ ഉണ്ട് കേട്ടോ. ആമേൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിനാ. ആമേൻ. അതെ, ഭർത്താവിനും പെയിനാ, ഭാര്യയ്ക്കും പെയിനാ, ആമേൻ, വീട്ടുകാർക്കും പെയിനാ, കൂട്ടുകാർക്കും പെയിനാ. പക്ഷെ അതിനപ്പുറത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. ആ സന്തോഷത്തെ വലുതായി കാണുന്ന ആമേൻ ആ പെയിൻ അനുഭവിക്കുന്ന ആ മാതാവുണ്ടല്ലോ, ആ സ്ത്രീ ഉണ്ടല്ലോ, അതിനെ എല്ലാം നിസാരമായി വൽക്കരിച്ച് ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കണ്ട് സന്തോഷിക്കുവാൻ തയ്യാറാകുന്നത് പോലെ ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ നീ ബലപ്പെട്ടോണം. ഈ ഞെരുക്കം, ഈ വേദന, ഈ പ്രതികൂലം ഒരു ഡെലിവറൻസിന് വേണ്ടിയിട്ടാ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് കടപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഈ കഷ്ടത നിന്റെ തകർച്ചയ്ക്കല്ല, ഈ പ്രതികൂലം നിന്റെ തകർച്ചയ്ക്കല്ല. ആമേൻ. നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവസഭയുടെ അംഗമായി നിലനിൽക്കുന്ന ഒരു ദൈവവൈദ്യനായിട്ടാ നീ ഈ പെയിനും വേദനയൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ നീ കേട്ട അതെ, നീ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ആ വാഗ്ദത്തം നിന്നിലൂടെ വെളിയിലേക്ക് വരുന്ന ആമേൻ ആ പെയിനാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം ആമേൻ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, ദൈവം അഹങ്കാരികളെ എന്ത് ചെയ്യും? അകറ്റി നിർത്തും. വാഗ്ദത്തമൊക്കെ കേട്ടിട്ട് ഇന്നലെ ഇറങ്ങിയവരൊക്കെ വാഗ്ദത്തം പ്രാപിച്ച് നിന്റെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നീ കണ്ടിട്ട് ആമേൻ അതും ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്തോത്രം. ദൈവം അഹങ്കാരികളെ എന്ത് ചെയ്യും? അകറ്റി നിർത്തും. താഴ്മയുള്ളവർക്ക് എന്ത് ചെയ്യും? കൃപ നൽകും. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് താഴാൻ പറ്റൂ? എവിടെയെല്ലാം താഴണം ദൈവദാസനെ? കർത്താവായ യേശു ക്രിസ്തു എവിടെയെല്ലാം കാണോ അവിടെയെല്ലാം ഞാൻ നീ താഴണം. അങ്ങനെ താഴാൻ നിശ്ചയമായും എന്ത് ചെയ്യും? ഉയർച്ച പ്രാപിക്കും, നീ പുഷ്ടി പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് പ്രശംസിക്കുവാനും നിനക്ക് പറയുവാനൊക്കെ ഒത്തിരി ഉണ്ടെന്നേ, ഒത്തിരി. അതൊക്കെ നിന്റെ ബുദ്ധി ആമേൻ നിന്റെ അകത്ത് അത് ഉയർത്തിക്കൊണ്ടുവരുമ്പോ ആ ബുദ്ധിയെ മാറ്റിയിട്ടിട്ട് ആത്മാവുമായി സഹകരിച്ച് നീ ഒന്ന് താണേര്. ആമേൻ. അവിടെ ആ താഴുന്നത് നിന്റെ ബുദ്ധിയിലല്ല, ആത്മാവിനെ അനുസരിച്ച താഴുന്നത്. അതുകൊണ്ട് ആത്മാവ് നിന്നെ ഉയർത്തും. പാതാളത്തിന്റെ അടികളിലോളം പോയാലും ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എന്താ? വാഗ്ദത്തം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ താണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നേ, നിനക്ക് ഉയർച്ചയുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ സഹോദരങ്ങൾ യോസേഫിനെ പോലെ മൊട്ടക്കണറ്റിലേക്ക് എടുത്തിട്ടിട്ട് ആമേൻ നീ ഇനി പുറത്ത് വരരുതെന്ന് ചിന്തിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി ഒതുക്കാൻ നോക്കിയാലും ആമേൻ വാഗ്ദത്തം ഉള്ളവനെ ഒതുക്കാൻ സഹോദരങ്ങൾക്കെന്നല്ല, രാജ്യത്തിലെ തലവനെന്നല്ല, ആർക്കും കഴിയത്തില്ല. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് സമയം തെറ്റാതെ എത്തിക്കുക ശക്തനായവനാ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ആമേൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം എങ്ങനെ പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു? ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കിരീടം അതെ നൽകുവാൻ നിങ്ങളെ വിളിച്ചവൻ എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പൗലോസ് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടിയത്. ഹല്ലേലൂയ. ആമേൻ. അത് ലഭിക്കുമോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ദൈവവചനം വളരെ ശക്തമായി നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി ഈ ലൈവിലൂടെ വചനം പറയുന്നത്. സഹോദര, നീ ഇന്ന് വരെ യേശുവിനെ അറിയാത്ത വ്യക്തിയാണ്. നീ യേശുവിനെ അറിയണം. യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിനക്ക് സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ കുറിച്ച് ഇന്ന് വരെ നീ കേട്ടിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇതിനു മുമ്പുള്ള വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള പ്രാദേശിക സഭയിൽ കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ആമേൻ, അതിനപ്പുറത്തുള്ള നിത്യ ജീവനെ കുറിച്ച് അറിയുവാനായി ശ്രമിക്കുക. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 6:16 6 കാര്യം യഹോവയ്ക്ക് എന്താവുന്നു? വെറുപ്പാണ്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവത്തിന് വെറുപ്പുള്ള കാര്യമുണ്ട് കേട്ടോ. അതെ, 7 കാര്യം അവൻ അറപ്പാകും. അപ്പൊ എത്രയായി? 7 6 13. നേരം വെളുത്ത് എഴുന്നേറ്റ് അവൻ കുളിച്ച് നനച്ച് ഓടുക. എന്തിനാ? വെട്ടിപ്പിടിക്കാൻ. ഈ വെട്ടിപ്പിടിക്കുന്ന വ്യഗ്രതയും നീ അകത്തോട്ടെടുക്കുന്ന ശാസ്ത്രം പുറത്തോട്ട് വിടുവാൻ നിന്നെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്ന സകലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം, സമുദ്രത്തിന് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ, അവന്റെ ഇഷ്ടം എന്താണെന്ന് നീ തിരിച്ചറിയണം. 6 കാര്യം അവന് വെറുപ്പാ, 7 കാര്യം അവൻ അറുപ്പു. അപ്പന് ഇഷ്ടമില്ലാത്ത ചെയ്ത അടി കിട്ടില്ലേ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താലും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഇഷ്ടമുള്ളത് ചെയ്താൽ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ശരിയായ ലെവലിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് നടക്കുന്ന നീയും ഞാനും അവിടുന്നും ഇവിടുന്നും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാതെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ പറഞ്ഞത് പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വെറുക്കുന്നതിന് നീയും വെറുക്കണം, അവൻ അറയ്ക്കുന്നതിന് നീയും അറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പ, 7 കാര്യം അവൻ അർപ്പ. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും അവന് വെറുപ്പ. എത്ര കാര്യം? സഹോദര, നിന്റെ കൈ എങ്ങനെയാ? നീ സ്നാനപ്പെട്ടതാ ശരിയാ, നീ രക്ഷിക്കപ്പെട്ടതാ ശരിയാ, നീ തിരുമേശ എടുക്കുന്നതാ ശരിയാ, നീ പ്രസംഗിക്കുന്നവരാ ശരിയാ. പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും. ഹല്ലേലൂയ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ. ഈ ഏവൻ എന്ന് പറയുന്നതിനകത്ത് സെൻട്രറും ഉണ്ട്, പ്രസിഡന്റും ഉണ്ട്, പ്രൊഫസറും ഉണ്ട്, പിന്നെ ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, ബിരുദം, PhD. ഈ നിൽക്കുന്ന ഞാൻ, സഹോദര സഹോദരി, അയൽവക്കക്കാർ വെറുത്ത കുഴപ്പമില്ല, നാട്ടുകാരെ കൂട്ട് ഭാര്യ വെറുത്താലും കുഴപ്പമില്ലെന്നേ. ഇന്നത്തെ കാലത്ത് അവൻ കൂടെ വരാൻ പലരും തയ്യാറാ. അത് ഇവിടേക്ക് നടക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശ്രദ്ധിച്ചു കേൾക്കണം, ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? വിടുതലിന്റെയും നന്മയുടെയും അതെ മക്കള് വിദേശത്ത് പോകുന്ന ദൂതം കേൾക്കുമ്പോൾ കൈയടിച്ച് വീണ്ടും അറിയാൻ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് രാത്രി അവൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ കേൾപ്പിക്കുന്ന വചനം നീ കേട്ട് പഠിച്ച് ഗ്രഹിച്ച് അതെ ജീവിക്കുവാൻ തയ്യാറായാൽ അതെ നീ പ്രാപിക്കും. പ്രാപിച്ച നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നിൽ ആമേൻ അതെ പകർന്നിരിക്കുന്ന അഭിഷേകമാകട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ, ഉയർച്ചയാകട്ടെ, അത് നിന്നിലൂടെ അതെ അബ്രഹാമിലൂടെ അതെ ലോകത്തില് അതെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. എങ്ങനെയാ അനുഗ്രഹം? അയ്യോ, കാത്തിരുന്ന് നേടിയ മകനെ വെട്ടാൻ പറഞ്ഞപ്പോ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവന്റെ ക്ഷമയെ, അവന്റെ സമർപ്പണമേ, അവന്റെ അനുസരണമേ. രാത്രി തഴക്കവും പഴക്കവും ഒക്കെ പറയാനുണ്ട്. അവൻ ഇതുവരെ പ്രാപിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാപിച്ചോണം. നാഥൻ വരാൻ സമയം ആഗതമായി. അവിടെ ചെന്ന് കിരീടം പ്രാപിക്കണമെങ്കിൽ, കിരീടം ചൂടണമെങ്കിൽ ഇവിടെ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളിലൂടെ അധികാരം വെളിപ്പെടണം.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തത്തില്ലെന്ന് പറഞ്ഞ ആ അധികാരം അതെ പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ആ ദേവാലയത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്നവനെ ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം ആ ചാളയുടെ ചൂരൊന്നുമല്ല അടിച്ചത് എന്ന് പറഞ്ഞാൽ ആമേ പണ്ട് ചാളമിറ്റ് നടന്ന പത്രോസിനെ ശ്രദ്ധിച്ച് നോക്കിയത് ആമേ കരിമീൻ മേടിക്കാൻ വേണ്ടിയല്ല. അവൻ അവിടെ ആള് മാറി. ഹല്ലേലൂയ. അവൻ ആ നോട്ടത്തിലൂടെ ഒരു കാര്യം മനസ്സിലായി. ഇന്നലകളിൽ മീൻ വിറ്റ പത്രോസല്ല നിൽക്കുന്നത്. ആ മാളിക മുറിക്കകത്ത് ആമേ ഒരു പകർച്ചയുണ്ടായി. ആ പകർച്ചയിൽ പ്രാപിച്ച ഒരു അഭിഷേകമുണ്ട്. യേശുവിൻ നാമത്തിൽ അത് കൈമാറിയ പത്രോസിനെ പോലെ അഭിഷേകനെ നീ നിൽക്കുന്നിടത്ത്, നീ പോകുന്നിടത്ത് രോഗികളിലെ നീഴൽ തട്ടുമ്പോൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ ഒരു ആത്മപകർച്ച ഇന്ന് രാത്രി നിന്നെ വീഴുവാൻ, നീ മുഴങ്ങൽ മടക്കുന്നിടത്ത് അത് പകരുവാൻ ദൈവം ശക്തനാണ്. ഒരുമനപ്പെടണം. ഹല്ലേലൂയ. 7 കാര്യം ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. വേരും കൊമ്പ് ശേഷിക്കാതെ താളടിയാകുന്ന നാള് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അഹങ്കരിക്കുന്നവര് അവർ നാടുപോകും. ലബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗല ഗോപുരത്തിന്മേലും വരും. നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ പണം കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട് നീ ഉയർത്തി പണിത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സകലത്തിന്മേലും വരും. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതമായി. ലോകരാജ്യങ്ങൾ ഇന്നും ഒന്നടങ്കമായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരി. എത്ര മണിമാളികളാ ശൂന്യമായി പോയത്, എത്ര ബഹുതല ബിൽഡിങ്ങുകളാ അനാഥാലയം പോലെ കിടക്കുന്നത്. ഈ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി താങ്ങി നിർത്തുന്ന സർവശക്തനായവൻ വെറുക്കുന്നതിനെ വെറുക്കാൻ തയ്യാറാകണം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരമാണ്. വെടക്ക് കണ്ണ്, ദുശീലങ്ങൾ, അഹങ്കാരങ്ങൾ, ജഡത്തിന്റെ ഇച്ഛകൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇന്ന് രാത്രി ഇതിനോടെല്ലാം ത്യാഗം. ഹല്ലേലൂയ. അതെ, ദൈവസഭയ്ക്കകത്ത് ആയിരിക്കുന്നവർക്ക് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് ലേഖനം എഴുതിയപ്പോൾ ആമേൻ രക്ഷിക്കപ്പെടാത്ത സഭയ്ക്കകത്ത് ആമേൻ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല, രക്ഷിക്കപ്പെട്ട കൂട്ടായ്മ ആമേൻ ആചരിക്കുന്നവരെന്ന് അവകാശപ്പെട്ടവർക്ക് വേണ്ടിയ ആമേൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് തൂലിക ധരിച്ച അഭിഷക്തന്മാർ എഴുതിയത്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ആമേൻ ദുഷ്ടന്മാരെ അവരുടെ അകത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും. ഹല്ലേലൂയ. അഹങ്കാരം നമ്മെ ഭരിക്കാൻ അനുവദിച്ചാൽ ദൈവം നമ്മുടെ ശത്രുവാകുകയും നമുക്കെതിരെ ദൈവം പോരാടുകയും ചെയ്യും. അത് ബന്ധനമാണ്, അത് കെട്ടാണ്, അത് തന്ത്രമാണ്, അത് മന്ത്രമാണെന്നും പറഞ്ഞ് നീ 21-ഓ 40-ഓ ഇനി അധികം അപ്പുറം ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം നീ വരുത്തുവാൻ തയ്യാറായ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ നീ പുഷ്ടി പ്രാപിക്കത്തക്ക വിധത്തിൽ, ക്ഷണത്തിൽ നീ ഉയരത്തക്ക വിധത്തിൽ നീ കേൾക്കുന്ന വചനം ദൈവശക്തിയാൽ നിന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് വചനം കൊടുക്കാം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ അവൻ അധികം കൃപ നൽകും. ആർക്ക് അധികം കൃപ നൽകുന്നത്? ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയോ. ഇന്ന് രാത്രി നിനക്ക് താഴാമോ? എത്രത്തോളം നിന്റെ ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, നിന്റെ അപ്പന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, സമസ്ത മേഖലകളിൽ കുഞ്ഞു നീ താഴ്.
താഴ്ന്നു. ലോകരക്ഷകനായ യേശു കർത്താവിന് ക്രൂശിലെ മരണത്തോളം ആമേൻ താഴ്ന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും പറ്റൂന്നേ. താണേല് ഉയർത്തുന്നവൻ ആമേൻ കൈപിടിച്ച് ഉയർത്തുന്നു. ആമേൻ. നീ ആമേൻ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ അത് റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് തമ്പുരാൻ ഉയർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്താ പറയാൻ കാരണം? നമ്മുടെ കർത്താവിനെ പൊട്ടിയ ആ പൂട്ട് ആമേൻ ദൂതൻ വന്ന് പൊട്ടിച്ച് ആമേൻ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ പിതാവ് അവനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് രാത്രി അവനെ നമ്മുടെ ഇടയിലുള്ളത്. അവനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതൊന്ന് കാണണ്ടേ? എത്ര നാളായി കേൾക്കുന്നു. കേട്ട് കേട്ട് പോകരുതേ. കേൾക്കുന്നത് പ്രാപിക്കാൻ തയ്യാറാണ്. പ്രാപിച്ച് പലരും പോകുന്നത് നീ കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? അവരെ ഇവരെ ഒന്നും നീ വിധിക്കണ്ട, അവരെ ഇവരെ ഒന്നും നീ പറയണ്ട. ഒന്ന് താഴുന്നേ, നീ ഒന്ന് മനസ്സ് വെക്കുന്നേ. ഇന്ന് രാത്രി നീ പ്രാപിക്കും. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. ആരുടെ? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും, അവിടെ ആരും മാറ്റി നിർത്തുന്നില്ല, നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി ഈ ലൈവിലുള്ള എല്ലാവർക്കും ഒരാമീൻ പറയാമോ? ഹല്ലേലൂയ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഇന്ന് പകലിലും നിൽക്കുന്നത് കൃപയാല. ആണോ സഹോദരൻ? ആണോ മാതാവേ, പിതാവേ? കൊറോണ പിടിച്ച് എത്ര പേര് പോയി. നിന്റെ അയലൊക്കത്തും വന്നില്ലേ? അന്യ നാട്ടിൽ കിടക്കുന്ന, അന്യ രാജ്യത്ത് കിടക്കുന്ന നീ ഇന്ന് രാത്രിയിലും ഭയപ്പെട്ടിരിക്കുകയല്ലേ? ഭയപ്പെടേണ്ടത്. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കൂടെയുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവാസം ലഭിച്ചിരിക്കുന്നു. കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ടല്ല കേട്ടോ. കാശ് കൊടുത്ത് ഹോള് പണിതാലോ, ആമേ ട്രാക്ട് അടിച്ചാലോ, ആമേ പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് കൺവെൻഷൻ നടത്തിയാലോ ഒന്നും നിനക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പ്രവേശനം ലഭിക്കണം. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ത് ചെയ്യുന്നു? എന്റെ മകൻ എവിടെയാണെന്നറിയോ? അങ്ങ് ലണ്ടനില്ല. എന്റെ മകൾ എവിടെയാണെന്നറിയോ? പേർഷ്യയില്. പലരുടെ പ്രശംസയ്ക്ക് ഇപ്പൊ എവിടെ പോയി? ഇന്ന് രാത്രി ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടയാകരുത്. ഒരാമേൻ പറയാമോ? ആമേ കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമോ? ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതിനർത്ഥം വീട്ടിലും നാട്ടിലും എന്ത് ചെയ്യാം? പാപം ചെയ്യാന്നാണോ? ഒരിക്കലുമല്ല. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പൊ എവിടെയാ കൃപ വരുന്നത്? നീതി കൊണ്ടെടുത്ത. ഹല്ലേലൂയ. നിന്നെ നീതിമാനാക്കിയ ആ കർത്താവ് നിമിത്തം ആമേൻ നിന്നിൽ കൃപ പെരുകുവാൻ അവനിലുള്ള നിറവിനാൽ. ഹല്ലേലൂയ. ലോകത്തെ ആമേൻ അതെ നശിപ്പിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കാനാണ് കർത്താവ് എന്ത് ചെയ്തേ വന്നത്. ഹല്ലേലൂയ. ആമേൻ. റോമലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. ഇതാരെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? ദൈവസഭയിലെ അംഗമായതിനെ കുറിച്ചല്ല. പക്ഷെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് തെറ്റുപറ്റിയോ? റോമാലേഖനം ആർക്ക് എഴുതിയേ? ഹലോ, റോമാലേഖനം ദൈവസഭയ്ക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഗുണപ്പെട്ടവരെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അവരെഴുതി. അവരുടെ തൊണ്ട തുറന്ന നാവ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ ആദരങ്ങൾക്ക് കീഴെ. നീ അവരെ പോലെ എന്ത് ചെയ്തത്? അപ്പൊ അങ്ങനെ ആകുന്നത് കൊണ്ട് അങ്ങനെ ആകരുതെന്നല്ലേ
ഇന്ന് രാത്രി നീ പ്രാപിക്കണമെങ്കിൽ നിന്റെ തൊണ്ട എന്താകരുത്? തുറന്ന ശവക്കുഴിയാകരുത്. സങ്കീർത്തനങ്ങൾ 138:6 യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ എന്ത് ചെയ്യുന്നു? കടാക്ഷിക്കുന്നു. ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. എന്താ നിന്റെ കഷ്ടം കണ്ടിട്ട് കർത്താവ് അടുത്ത് വരാത്ത? ഹലോ, എന്റെ കഷ്ടത കാണാൻ ആരുമില്ലേ? എന്നെ വിടുവിപ്പാൻ ആരുമില്ലേ? എന്നെ രക്ഷിപ്പാൻ ആരുമില്ലേ? ആ ഇസ്രായേൽ മക്കള് ഇസ്രായേലിലെ മരുഭൂമി കിടന്ന് കരഞ്ഞതുപോലെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചീരുള്ളി ഉണ്ടായിരുന്നു, കൊത്തമ്പാലരി ഉണ്ടായിരുന്നു. നിന്റെ വാക്കും കേട്ട് ഇറങ്ങി. ഇവിടെ ഞങ്ങൾ ചാകാനാണോ? ഞങ്ങളുടെ സഹോദര നിർത്ത്. നിന്റെ കഷ്ടത കണ്ട് അടുത്തേക്ക് വരേണ്ട ദൈവം ദൂരത്ത് നിൽക്കുക. എന്താ കാര്യം? ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? രാത്രി നിന്റെ ഗർവമെല്ലാം മാറ്റണം. ഗർവികളുടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരുടെ കൂടെ താഴ്മയുള്ളവനായിരിക്കും നല്ലത്. ആമേൻ പറയാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ആയവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ, ആമേൻ. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എന്റെ വാക്കുകൾ ഞാൻ ഉപസ്മരിക്കാൻ പോകുന്നു. ആമേൻ. അല്പം സമയം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരുന്ന വചനം ദൈവ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ ഉതകുന്നതാകയാൽ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുന്നതിന് മുമ്പ് നീ കേട്ട വാഗ്ദത്തം നീ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതില്ല. നീ പ്രാപിച്ച് നിന്റെ രാജ്യത്തിന് കൈമാറുവാൻ, നിന്റെ തലമുറയ്ക്ക് കൈമാറുവാൻ, നിന്റെ കൂടപ്പറപ്പിന് കൈമാറുവാൻ, നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതിൽ കേൾപ്പിച്ചത് നീ കേട്ടത് പ്രാപിക്കാനാ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയും അവിടെയും സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. കൈയടിച്ച് ബഹളം വെച്ച് ഒച്ചപ്പാടുണ്ടാക്കി പോകുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തിനകത്ത് ഏറ്റവും വലിയവനാകുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. ഇന്ന് രാത്രി മികച്ചതിലേക്ക് പോകുവാൻ, മികച്ചത് പ്രാപിക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവ മനസ്സിനേക്കാൾ ക്ഷമാ മനസ്സ് ശ്രേഷ്ഠം. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കും. കണ്ണുകൾ അടിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നെങ്കിൽ, വിടുതലായി തീർന്നെങ്കിൽ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞാൽ, കർത്താവെ, ഇന്നുവരെ എനിക്ക് ഉയരുവാൻ കഴിഞ്ഞിട്ടില്ല, പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ചുറ്റുപാടും പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ആ സമാധാനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രാപിച്ചു പോര കർത്താവേ. എന്നെ കുറിച്ചുള്ള വാഗ്ദത്തം നിറവേറുവാൻ സമയമാകുമ്പോൾ പലപ്പോഴും എന്നിലുള്ള ചടം, എന്നിലുള്ള ഗർവം, എന്നിലുള്ള വിടക്ക കണ്ണ്, എന്നിലുള്ള അഹങ്കാരം, നിഗളം അത് പ്രാപിക്കുവാൻ കഴിയാതെ ഞാൻ ഒതുങ്ങിപ്പോയി കർത്താവേ. ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് എന്നെ പുറത്തെടുക്കുന്ന രാത്രിയാക്കി മാറ്റുന്നതിനാൽ നന്ദി പറയുന്ന കർത്താവേ. സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അബ്രഹാമിനെ വിളിച്ച ദൈവം വാഗ്ദത്തം കേൾപ്പിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താതിരിക്കുവാൻ പിശാച് അവന്റെ മുമ്പിൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ചെങ്കിലും പ്രത്യക്ഷനായി ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അബ്രഹാമിനെ നയിച്ചതുപോലെ ഇന്ന് രാത്രി വചനം കേട്ട വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് നടക്കുന്ന അങ്ങയുടെ മക്കളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതെ കണ്ട് വഴിയിൽ തടഞ്ഞ് അവരെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് വ്യതിചലിപ്പിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളും, എല്ലാ വിടക്ക് കണ്ണുകളും, എല്ലാ അഹങ്കാരത്തിന്റെ ഉന്നത നിഗള ഭാവങ്ങളും യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളെ വിട്ട്, വ്യക്തികളെ വിട്ട് യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ
കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. അതെ, ആമേൻ. തലമുറകൾ കാണുവാൻ കഴിയാതെ നിരാശപ്പെടുത്തി, ആമേൻ, കുടുംബ ജീവിതത്തിനകത്ത് ആമേൻ ദുഃഖങ്ങൾ തളം കെട്ടി, ആമേൻ, നാളുകളായി വാഗ്ദത്തം നിറവേറുവാൻ കഴിയാതെ നിൽക്കുന്ന എല്ലാ ഇരുളിന്റെ പോരുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. അവകാശം പറഞ്ഞു നിൽക്കുന്ന ആമേൻ അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറട്ടെ. ഇന്ന് രാത്രി വാഗ്ദത്തം പ്രാപിക്കുവാൻ, ദൈവസന്നിധി താഴ്മയുള്ളവരായി ജീവിക്കുവാൻ കഴിയാതെ അവരുടെ ജഡത്തെ, അവരുടെ അകത്തെ ബുദ്ധിയെ അതെ ബൂസ്റ്റ് ചെയ്ത് ആമേൻ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുന്ന എല്ലാ പോരുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി സമർപ്പണ പ്രാർത്ഥനയിൽ അതെ മുടങ്ങാൻ മടക്കിയിരിക്കുന്ന, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ നിന്ന് പ്രാപിച്ച് കൈമാറത്തക്ക വിധത്തിൽ അഭിഷേകത്തിന്റെ കൈമാറ്റം ആമേൻ ചില ആമേൻ കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ട കർത്താവേ, ചില വ്യക്തികളിൽ സംഭവിക്കേണ്ട കർത്താവേ, സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹവും അത് വിടുതലും ആയി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാട്സ്ആപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ ഷെയർ ചെയ്യുക. സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. ആ ഗ്രൂപ്പിൽ പ്രാർത്ഥന പങ്കാളികൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹവും ദൈവത്തോട് അടുക്കുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ കൂടെ പുറപ്പിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ ഞങ്ങളുടെ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്.